ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കലകളുടെ സീരീസിലെ പാർട്ട് 4 ആണ്. ഇന്ന് നമ്മൾ മോഹിനിയാട്ടം, തെയ്യം, മുടിയേറ്റ് എന്നിങ്ങനെ കുറച്ച് കലകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന കലകളൊന്നും അധികം ഡീപ്പായിട്ട് നോക്കണ്ട. ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ പോയിന്റ് പ്രീവിയസ് ആയിട്ട് വെച്ച് രണ്ടോ മൂന്നോ പോയിന്റ് മാത്രം നോക്കാനുണ്ടാവുള്ളൂ. അല്ല ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനില്ല. കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതായത് കഥകളി, കൂടിയാട്ടം, കൂത്ത്, തുള്ളല് ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് നോക്കേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ നോക്കാനുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനില്ലാത്ത കുറച്ച് ഇതാണ് നോക്കാനുള്ളത്. കലാരൂപങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. അത് നമുക്ക് ഒരുപാട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഇതൊക്കെ നമ്മൾ സ്വാഭാവികം ഇവർ ചോദിക്കാൻ സാധ്യത റാൻഡം ആയിട്ട് ചോദിക്കുന്നതാണ് ഇനി വരുന്നതൊക്കെ കൂടുതലായിട്ട്. അപ്പം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മോഹിനിയാട്ടം കേരളത്തിലെ തനത് നൃത്തരൂപമാണ് ഇത് മോഹിനിയാട്ടം കേട്ടോ. എന്താണ് കേരളത്തിലെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിലെ ഉത്ഭവിച്ച കലാരൂപം അത് കേരളത്തിൽ തന്നെ ഉത്ഭവിച്ചൊരു കലാരൂപമാണ് ഇത് മോഹിനിയാട്ടം. കേരളത്തിന് തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്ന ഏതാണ് മോഹിനിയാട്ടാണ്. ഈ മോഹിനിയാട്ടം വന്നിരിക്കുന്നത് ദേവദാസ സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കലാരൂപമാണ് ഇത് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഈ പണ്ട് ദേവദാസ സമ്പ്രദായത്തെ പറ്റി കേട്ടില്ല. ദേവദാസ അതായത് ഈ സ്ത്രീകളെ ദേവദാസിമാരായിട്ട് അമ്പലത്തിൽ കൊണ്ടിരുത്തി അവരെ മോശം രീതികൾക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു അത് പണ്ട് കാലത്ത്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന. ഇപ്പൊ അവരുടെ എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും അവർ ഈ നർത്തകിമാരുമായിരുന്നു അവര്. അപ്പൊ അവര് നൃത്തം ചെയ്തിരുന്നത് ഈ മോഹിനിയാട്ടം ഇതായിരുന്നു ചെയ്തിരുന്നത്. അവർ ചെയ്തിരുന്ന ക്ലാസിക്കൽ നൃത്തരൂപത്തെ എന്ത് ചെയ്ത് ഈ ക്ലാസിക്കൽ പദവി നൽകിയിട്ട് ഒരു കലാരൂപമായിട്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഈ അതുകൊണ്ട് തന്നെ ഈ ദേവദാസ് സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കലാരൂപമായിട്ടാണ് ഇതിനെ കാണുന്നത്, ഈ മോഹിനിയാട്ടത്തെ കാണുന്നത്. ഈ ദേവദാസ് നൃത്തം പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുനർജീവിപ്പിച്ചത് ആരാണ്? അത് സ്വാതിരുന്നാളാണ് കേട്ടോ. സ്വാതിരുന്നാളാണ് ദേവദാസിമാരുടെ നൃത്തത്തെ പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുനർജീവിച്ചു. മോഹിനിയാട്ടം എന്ന പേര് നൽകി പുനർജീവിച്ച ആരാണ്? സ്വാതി തിരുനാളാണ്. ഈ തിരുവിതാംകൂറിൽ തന്നെ മോഹിനിയാട്ടം നിരോധിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അതാരാണ്? അത് റാണി ഗൗരി പാർവതിബായി ആണ്. അതായത് ദേവദാസ സമ്പ്രദായത്തോടൊന്നും താല്പര്യമില്ലാത്ത ദേവദാസ സമ്പ്രദായം നിർത്താനായിട്ട് എന്ത് ചെയ്തു? അന്ന് ഗൗരി പാർവതിബായി മോഹിനിയാട്ടവും ഈ ദേവദാസ സമ്പ്രദായമൊക്കെ നിരോധിക്കുകയുണ്ടായി. അങ്ങനെ നിരോധിച്ച റാണി ആരാണ്? ഗൗരി പാർവതിബായി ആണ്. അതിനുശേഷം വന്ന സ്വാതിരുന്നാളാണ് ദേവദാസ നൃത്തത്തിൽ നിന്ന് മോഹിനിയാട്ടം എന്ന പേരിൽ ഈ നൃത്തത്തെ പുനർജീവിച്ചത്. കാരണം സ്വാതിരുന്നാൾ എന്താണ്? സ്വാതിരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലകൾക്ക് ഒരുപാട് ഇത് കൊടുത്തിട്ടുള്ള ആളാണ്. ഒരുപാട് പ്രചോദനം നൽകിയിട്ടുള്ള ആളാണ്. ഈ മോഹിനിയാട്ടം കലകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു സ്വാതിരുന്നാള്. രാജാക്കന്മാരിലെ കലാകാരന്മാരിലെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നതായിരുന്നു സ്വാതിരുന്നാള്. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക്, അതായത് ഈ കലകളും മറ്റും കാര്യങ്ങളോടൊക്കെ പുള്ളിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം പുള്ളിയാണ് എന്ത് ദേവദാസ് നൃത്തം പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുനർജീവിച്ചാരാണ്? സ്വാതിരുന്നാളാണ്. ഇനി മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്താണ്? മാതാവ്. അതായത് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടം ഉപയോഗിക്കുന്ന സംഗീതം എന്ന് വെച്ചാൽ കർണാട്ടിക് സംഗീതമാണ്. കർണാട്ടിക്. ഇത് മോഹിനിയാട്ടം എന്നാണ്, മോഹിനി എന്നല്ല, മോഹിനിയാട്ടം എന്നാണ്. മോഹിനിയാട്ടം പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. മോഹിനിയാട്ടം ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? കർണാട്ടിക് സംഗീതം കേട്ടോ. കർണാട്ടിക് സംഗീതമാണ് മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത്. മോഹിനിയാട്ടത്തിന് പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി ചോദിച്ചാൽ അത് വ്യവഹാരമാലയാണ്. എന്താണ്? വ്യവഹാരമാലയാണ് മോഹിനിയാട്ടത്തിന് പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി. അതായത് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇത് അല്ലെങ്കിൽ മോഹിനിയാട്ടത്തെ പറ്റി പറയപ്പെടുന്ന കൃതി ഏതാന്ന് ചോദിച്ചാൽ അതായത് വ്യവഹാരമാലയാണ്. ഈ വ്യവഹാരമാല രചിച്ചത് ആരാന്ന് വെച്ചാൽ മഴമംഗലം നാരായണ നമ്പൂതിരിപ്പാട്. ആരാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരിപ്പാടാണ് വ്യവഹാരമാല രചിച്ചിരിക്കുന്നത്. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം ചോദിച്ചാൽ ഏത് ഭാവമാണ്? അത് ലാസ്യ ഭാവമാണ് കേട്ടോ. മോഹിനിയാട്ടത്തിന്റെ ഭാവം ഏതാണ്? ലാസ്യ ഭാവമാണ്. ശൃംഗാര രസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കലാരൂപം ചോദിച്ചാൽ അതും ഏതാണ്? അതും മോഹിനിയാട്ടം കേട്ടോ. ശൃംഗാര രസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കലാരൂപം മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം ഏതാണ്? ലാസ്യ ഭാവമാണ്. മോഹിനിയാട്ടത്തിന് പ്രമാണമായിട്ടുള്ള കൃതി ചോദിച്ചാൽ വ്യവഹാരമാലയാണ്. വ്യവഹാരമാല രചിച്ചതാരാണ്? മഴമംഗലം നാരായണ നമ്പൂതിരിപ്പാട്. ആരാണ്? മഴമംഗലം നാരായണ നമ്പൂതിരിപ്പാട്. തന്നെ മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ കുഞ്ചൻ നമ്പ്യാരുടെ കുറെ കൃതികൾ പഠിച്ചിട്ടില്ലായിരുന്നോ? അതിൽ പഠിച്ചൊരു കൃതിയായിരുന്നു ഘോഷയാത്ര. ഈ ഘോഷയാത്രയിലാണ് മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരുടെ ഏത് കൃതിയിലാണ് മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിച്ചത് ചോദിച്ചാൽ ഏതാണ്? ഘോഷയാത്രയിലാണ് പരാമർശിക്കുന്നത്. ഘോഷയാത്രയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ ഘോഷയാത്രയിലാണ് മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്.
ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി ചൊൽക്കെട്ട്, ജാതിസ്വരം, വർണ്ണം, പദം, തില്ലാന എന്നിവയാണ് മോഹിനിയാട്ടത്തിന്റെ ഭാഗങ്ങൾ. അതായത് എന്താ, ചെൽക്കെട്ട്, ജാതിസ്വരം, വർണ്ണം, പദം, തില്ലാന എന്നിവയാണ് ഇത് മോഹിനിയാട്ടത്തിന്റെ ഭാഗങ്ങൾ. ഇത് തന്നെയാണ് എന്ത് മോഹിനിയാട്ടത്തിന്റെ അവതരണ ക്രമം. ഈ ചൊൽക്കെട്ട്, ജാതിസ്വരം, വർണ്ണം, പദം, തില്ലാന അങ്ങനെ ഒരു ഓർഡറിൽ, ഈ ഓർഡറിൽ തന്നെയാണ് എന്ത് ഈ മോഹിനിയാട്ടത്തിന്റെ ക്രമമായിട്ട്, ഈ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന ഒരു ക്രമം ഉണ്ടല്ലോ, ആ ക്രമം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ആദ്യം ചൊൽക്കെട്ട്, പിന്നെ ജാതിസ്വരം, പിന്നെ വർണ്ണം, പിന്നെ പദം, പിന്നെ തില്ലാന. ഈ രീതിയിൽ തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്ന ഒരു അവതരണ ക്രമവും ഇതാണ്. ഈ അഞ്ചെണ്ണാണ് ഇത് മോഹിനിയാട്ടത്തിന്റെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്, ഈ അഞ്ചെണ്ണാണ് കേട്ടോ. അപ്പൊ ഇത് ഈ പേരുകളൊന്ന് പഠിച്ചു. ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല PSC. അതുകൊണ്ട് നമ്മൾ ഈ പേരുകൾ ആ ഓർഡർ ഒന്ന് ഓർത്തു നോക്കുക. ഇത് ഓർഡർ ആക്കാനൊക്കെ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ കൂടുതൽ ഡീപ്പായിട്ട് ഇതുവരെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു നോക്കുക. ഇനി ഗണപതി വന്ദനത്തോട് കൂടിയാണ് എന്ത് മോഹിനിയാട്ടം അപ്പം മോഹിനിയാട്ടം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്, ഗണപതി വന്ദനത്തോടെ, ഗണപതി വന്ദിച്ചുകൊണ്ടാണ് എന്ത് മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. ഗണപതി ഇപ്പം പ്രഥമ പൂജ്യം എന്നറിയപ്പെടുന്ന ഗണപതിയാണല്ലോ. അപ്പൊ ഗണപതി വന്ദനം ചെയ്തുകൊണ്ടാണ് ഒരു മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. മോഹിനി നർത്തകിമാര് ഗണപതി വന്ദനം ചെയ്തുകൊണ്ടാണ് മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. മോഹിനിയാട്ടത്തിന്റെ സോപാന രീതിയിലുള്ള വായ്പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? അത് സോപാന രീതിയിലുള്ള വായ്പാട്ടാണ് കേട്ടോ. ആ സോപാന ഏത് സംഗീതം, കർണാട്ടിക് സംഗീതമാണ്. അതിന് സോപാന രീതിയിലുള്ള വായ്പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ വെച്ചാൽ ഇലത്താളം, ഇടയ്ക്ക, മദ്ദളം, തൊപ്പി. ഏതൊക്കെയാ? ഇലത്താളം, ഇടയ്ക്ക, മദ്ദളം, തൊപ്പി. ഇവയൊക്കെയാണ് വായ്പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചോദിച്ചാല്. എന്നാല് ഇന്നത്തെ കാലത്ത് കർണാട്ടിക് സംഗീതത്തിനകത്ത് കൂടുതലായിട്ട് വേറെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കൈമണി, വയലിൻ, മൃദംഗം ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പത്തെ കാലത്ത് ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. അപ്പം അതെന്താണ്, ഇന്ന് കർണാട്ടിക് സംഗീതത്തോടൊപ്പം കൈമണി, വയലിൻ, മൃദംഗം ഈ 3 വാദ്യോപകരണങ്ങൾ കൂടി ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ഇനി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ രചിച്ച കൃതി ഏതാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ആരായിരുന്നു? മോഹിനിയാട്ടത്തിന്റെ അമ്മ. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. അപ്പൊ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ രചിച്ച കൃതി ഏതാണ്? അത് മോഹിനിയാട്ട ചരിതവും ആട്ടപ്രകാരവും. എന്താണ്? മോഹിനിയാട്ട ചരിതവും ആട്ടപ്രകാരവും എന്നതാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ രചിച്ച കൃതി. ഇനി ഭാരതി ശിവാജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഭാരതി ശിവാജി എന്ന വ്യക്തി ആരാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഭാരതി ശിവാജി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഭാരതി ശിവാജി ഏത് നൃത്തരൂപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ മോഹിനിയാട്ടമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവച്ച സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? കേരള കലാമണ്ഡലം ആണ്. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവച്ച സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലമാണ്. ഇനി നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട മോഹിനിയാട്ട കലാകാരികളാണ്, പ്രശസ്തരായ മോഹിനിയാട്ട കലാകാരികൾ ആരൊക്കെയാണെന്നാണ്. 1 ചിന്നമ്മു അമ്മ. ആരാണ്? ചിന്നമ്മു അമ്മ. 2 കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. 3 ഡോക്ടർ കനക് റെലെ. 4 കലാമണ്ഡലം ക്ഷേമാവതി. 5 കലാമണ്ഡലം സത്യഭാമ. ഈ കലാമണ്ഡലം സത്യഭാമയായിട്ട് നമ്മൾ കുറെ കോൺസ്പിറൻസിയും കുറെ പ്രശ്നങ്ങളൊക്കെ കണ്ടതായിരുന്നു. എങ്കിലും പ്രശസ്തരായ മോഹിനിയാട്ട കലാകാരികൾ നോക്കുമ്പോൾ അതിനകത്ത് കലാമണ്ഡലം സത്യഭാമ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടി വരുന്നത്. അപ്പം ആരൊക്കെയാണ്? ചിന്നമ്മു അമ്മ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, ഡോക്ടർ കനക് റെലെ, കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം സത്യഭാമ. അതിൽ ചിന്നമ്മു അമ്മേന്റെ ശിഷ്യ, ഈ ചിന്നമ്മൂമ്മയുടെ ശിഷ്യരാണ് ആരൊക്കെ? കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയും കലാമണ്ഡലം സത്യഭാമയും. ഇവർ രണ്ടുപേരും ആരുടെ ശിഷ്യരാണ്? ചിന്നമ്മു അമ്മയുടെ ശിഷ്യരാണ് കേട്ടോ. ആരൊക്കെയാ? കല്യാണിക്കുട്ടി അമ്മയും കലാമണ്ഡലം സത്യഭാമയാരാണ്? ചിന്നമ്മു അമ്മയുടെ ശിഷ്യരാണ്. ഇനി നമുക്ക് നോക്കാനുള്ള തെയ്യമാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാനുള്ള കലാരൂപമാണ് തെയ്യം. തെയ്യത്തിന്റെ പ്രത്യേകത നോക്കാം. കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ആചാര അനുഷ്ഠാന കലയാണ് ഇത് തെയ്യം. ഇതൊരു അനുഷ്ഠാന കലയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. ഒരു അനുഷ്ഠാന കലയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഇത് തെയ്യം എന്ന് പറയുന്നത്. ഉത്തര കേരളത്തിൽ പ്രചാരമുള്ള ദ്രാവിഡ ആരാധന സമ്പ്രദായം. ഇത് കൂടുതലായിട്ടുള്ളത് വടക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ ഉത്തര കേരളത്തിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. ഇതൊരു ദ്രാവിഡമായ ഒരു ആരാധനാ സമ്പ്രദായമാണ്. ഇത് ദ്രാവിഡമായ ആരാധന സമ്പ്രദായമാണ്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പം എന്നാണ് എന്ത് തെയ്യം അറിയപ്പെടുന്നത്. എന്താ? നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് എന്ത് തെയ്യം എന്നറിയപ്പെടുന്നത്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പം ഏതാണ്? തെയ്യം. തെയ്യം എന്ന പദം ദൈവം എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നത്. തെയ്യം എന്ന പദം ദൈവം എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് കരുതപ്പെടുന്നത്. ഇത് പറഞ്ഞ ആരാ? ഈ തെയ്യം എന്ന പദം ദൈവം എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് ആരാ പറഞ്ഞത്? അത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പറഞ്ഞാണ് എന്ത് തെയ്യം എന്ന പദം ദൈവം എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് അത് പറഞ്ഞത്. ഇനി തെയ്യത്തിന്റെ നൃത്തം തെയ്യാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? തെയ്യത്തിന്റെ നൃത്തം എന്ന് അറിയപ്പെടുന്നത് തെയ്യാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. തെയ്യത്തിന്റെ വേഷം അറിയപ്പെടുന്ന തെയ്യക്കോലം. തെയ്യത്തിന്റെ വേഷം തെയ്യക്കോലം എന്നും തെയ്യത്തിന്റെ നൃത്തം എന്താണ്? തെയ്യാട്ടം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ തെയ്യം എന്നറിയപ്പെടുന്ന മറ്റു പേരുകൾ വെച്ചാൽ എന്താ? വെള്ളാട്ടം, കളിയാട്ടം. വെള്ളാട്ടം, കളിയാട്ടമാണ് എന്ത് തെയ്യം അറിയപ്പെടുന്ന മറ്റു പേരുകൾ. 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. വെള്ളാട്ടം ഉണ്ട്, കളിയാട്ടം ഉണ്ട്.
ഇനി തെയ്യത്തിന്റെ പ്രഥമ ചടങ്ങ് ചോദിച്ചതാണ് തോറ്റമാണ് ട്ടോ. തെയ്യത്തിന്റെ പ്രഥമ ചടങ്ങ് ചോദിച്ചാൽ തോറ്റമാണ് തെയ്യത്തിന്റെ പ്രഥമ ചടങ്ങ്. അത് ആദ്യത്തെ ചടങ്ങ്, അതായത് തുടക്കത്തിലെ ചടങ്ങ് ഏതാണ്? തോറ്റമാണ്. തോറ്റമാണ് തെയ്യത്തിന്റെ പ്രഥമ ചടങ്ങ്. ഈ തെയ്യത്തിൽ ആലപിക്കുന്ന പാട്ടുകൾ അറിയപ്പെടുന്ന പേരെന്താ അറിയോ? അത് തോറ്റം പാട്ടുകൾ എന്നാട്ടോ അറിയപ്പെടുന്നത്. തെയ്യത്തിൽ ആലപിക്കുന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ അറിയപ്പെടുന്നത് തോറ്റം പാട്ടുകൾ എന്ന്. ഈ തോറ്റം പാട്ടുകൾ നമുക്ക് നമ്മൾ സിനിമയിൽ എവിടെ കേട്ടിട്ടുണ്ടാവില്ലേ? എന്താന്ന് വെച്ചാൽ തെയ്യത്തിൽ ആലപിക്കുന്ന പാട്ടുകളാണ് തോറ്റം പാട്ടുകൾ. തെയ്യത്തെ പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടുകളാണ് ഇത് തോറ്റം പാട്ടുകൾ. ഈ തെയ്യത്തെ പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടുകൾ ഏതാണ്? അതാണ് ഈ തോറ്റം പാട്ടുകൾ. അതെന്താണ്? തെയ്യത്തിന്റെ ഇടയ്ക്ക് ആലോചിക്കുന്ന പാട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പൊ തെയ്യത്തിന്റെ പാട്ടിന് തോറ്റം പാട്ടെന്ന് പറഞ്ഞത്. ഈ തോറ്റം പാട്ട് പ്രത്യേകതാണ് തെയ്യത്തെ പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടുകളാണ് തോറ്റം പാട്ട്. ഇനി തീയർ, മലയർ, വണ്ണാൻ ഈ 3 ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത് തെയ്യം ആചാരങ്ങൾ കൂടുതലായിട്ട് നടത്തുന്നത്. ആരൊക്കെയാ? തെയ്യർ, മലയർ, വണ്ണാൻ ഈ 3 ജാതിയിൽപ്പെട്ടവരാണ് ഇത് തെയ്യം ആചാരങ്ങൾ നടത്തുന്നത് കേട്ടോ. കൂടുതലായിട്ട് നടത്തുന്ന ഈ ഇതിൽപ്പെട്ടവരാണ് ഈ ആചാരങ്ങൾ കൂടുതലായിട്ട് നടത്താറ്. ഇനി തെയ്യം, തിറ എന്നിവയുടെ നാടെന്നറിയപ്പെടുന്ന ഏതാണ്? തെയ്യം, തിറയൊക്കെ കൂടുതലായിട്ട് വരുന്ന കണ്ണൂരാണ്. കണ്ണൂരാണ് തെയ്യം അല്ലെങ്കിൽ തിറയുടെ നാടെന്നറിയപ്പെടുന്ന ഏതാണ്? കണ്ണൂരാണ്. അവിടെയാണ് ഇങ്ങനത്തെ ഈ തെയ്യങ്ങളൊക്കെ കൂടുതൽ കെട്ടിയാടുന്ന ക്ഷേത്രങ്ങളൊക്കെ കൂടുതലുള്ളത്. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട്. അതേതാ? അത് പ്രശസ്തമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രമാണ്. അത് മിക്കവർക്കും അറിയുന്ന ഒരു ഇതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ഒക്കെയാണ് ഇത്. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ചോദിച്ചാൽ അതാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രമാണ്. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രമാണ് എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ക്ഷേത്രം. ഇനി മണക്കാട് ഗുരുക്കളാണ് എന്ത് തെയ്യത്തിന് രൂപവും ഭാവവും നൽകിയെന്നാണ് പറയപ്പെടുന്നത്. ആരാണ്? മണക്കാട് ഗുരുക്കൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് തെയ്യത്തിന് രൂപവും ഭാവവും നൽകിയതെന്നാണ് പറയുന്നത്. ഈ മണക്കാട് ഗുരുക്കൾ തന്നെ ഒരു പ്രത്യേക പറഞ്ഞു കേട്ടിട്ടുള്ളത് 39 തെയ്യങ്ങളെ കെട്ടിയാടുന്നെന്ന് ഐതിഹ്യമുണ്ട്. അതായത് 39 തെയ്യങ്ങൾ ഒരു ദിവസം തന്നെ ഇദ്ദേഹം 39 തെയ്യങ്ങളെ കെട്ടിയാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒറ്റ ദിവസം തന്നെ 39 തെയ്യങ്ങൾ കെട്ടിയായിട്ടുള്ള ആളാണ് ആര്? മാണക്കാട് ഗുരുക്കൾ എന്നാണ് ഐതിഹ്യമുള്ളത് പറയപ്പെടുന്നത്. ഇത് ഐതിഹ്യമാണ്. കാരണം ഇതിന്റെ എത്രത്തോളം ഇത് സത്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഐതിഹ്യമാണ്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ ഹിസ്റ്ററി പോലെയാണ്. ഹിസ്റ്ററി നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് കണ്ടുപിടുത്തുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അതാണ് പറയുന്നത് ഒരു ദിവസം തന്നെ മാണക്കാട് ഗുരുക്കൾ എത്ര 39 തെയ്യം കെട്ടിയാടിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. ഇനി വടക്കേ മലബാറിൽ സ്ത്രീകൾക്ക് മാത്രം കെട്ടിയാടുന്ന തെയ്യം ഏതാ അറിയപ്പെടുന്നത്? അത് ദേവക്കൂത്ത് തെയ്യം എന്നാണ് കേട്ടോ. വടക്കേ മലബാറിൽ സ്ത്രീകൾ മാത്രം കെട്ടിയാടുന്ന തെയ്യം അറിയപ്പെടുന്നതാണ് ദേവക്കൂത്ത് തെയ്യം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യമായി തെയ്യത്തെ വേഷം അണിഞ്ഞ സ്ത്രീയുടെ പേര് ആദ്യമായിട്ട് തെയ്യവേഷം അണിഞ്ഞ സ്ത്രീയുടെ പേര് ചോദിച്ചതാണ് ചിരുത എന്നാണ് കേട്ടോ. ആദ്യമായി തെയ്യവേഷം അണിഞ്ഞ സ്ത്രീയുടെ പേര് ചോദിച്ചതാണ് ചിരുത എന്നാണ് ഓർത്ത് വെച്ചോളുക. വടക്കേ മലബാറിൽ സ്ത്രീകൾ മാത്രം കെട്ടിയിടുന്ന തെയ്യതാണ് ദേവക്കൂത്ത് തെയ്യാണ്. ആദ്യമായി തെയ്യവേഷം അണിഞ്ഞ സ്ത്രീയുടെ പേരെന്താണ്? ചിരുത എന്നാണ്. എന്താണ്? ചിരുത എന്നാണ്. ഇനി നമ്മൾ നോക്കേണ്ട മുടിയേറ്റാണ്. ഈ മുടിയേറ്റിന് ഏറ്റവും പ്രശസ്തമുള്ള കാര്യം എന്താ വെച്ചാൽ മുടിയേറ്റ് ഈ രണ്ടാമതായിട്ട് കേരളത്തിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് ഏതാണ്? അത് ഈ മുടിയേറ്റാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ളത്. മുടിയേറ്റിനെ പറ്റി നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനില്ല. ഈ ഒരു 5 പോയിന്റ് നോക്കാനുള്ളൂ. കാരണം ഇതുവരെ PSC ഇതിൽ കൂടുതലായിട്ടൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല ഈ മുടിയേറ്റിനെ പറ്റി. അപ്പൊ കേരളത്തിൽ നിന്ന് രണ്ടാമത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് കലാരൂപമാണ് മുടിയേറ്റ്. ഒന്നാമത് ഏതായിരുന്നു? അത് കൂടിയാട്ടമായിരുന്നു. രണ്ടാമത് മുടിയേറ്റ്. ഈ മുടിയേറ്റ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം എന്നാണ്? അത് 2010 ആണ് കേട്ടോ. 2010 മുടിയേറ്റ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. ഇനി തെക്കൻ കേരളത്തിലും കൊച്ചിയിലും പൊതുവെ, അതായത് തെക്കൻ കേരളത്തിൽ പൊതുവെ കൊച്ചിയിലാണ് പൊതുവെ കാണപ്പെടുന്ന അനുഷ്ഠാനമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിലും പൊതുവെ കൊച്ചിയിലും കാണപ്പെടുന്ന അനുഷ്ഠാനമാണ് മുടിയേറ്റ്. മുടിയേറ്റിന്റെ പ്രസിദ്ധമായ ചടങ്ങ് ചോദിച്ചാൽ ഏതാണ്? കളമെഴുത്താണ്. മുടിയേറ്റിന്റെ പ്രസിദ്ധമായ ചടങ്ങ് ചോദിച്ചതാണ് കളമെഴുത്താണ്. മുടിയേറ്റിന്റെ പ്രസിദ്ധമായ ചടങ്ങ്. ഈ കളമെഴുത്തിന്റെ പഞ്ചവർണ്ണങ്ങൾ ഏതൊക്കെയാ? വെള്ള, കറുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ. ഏതൊക്കെയാ? വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ. ഇപ്പൊ ഇതൊക്കെയാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ എന്ന് ചോദിച്ചാൽ. കളമെഴുത്തിന് ചോദിച്ച വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ. നീല ഇല്ല കേട്ടോ. നീല ഇല്ല, അത് ഓർക്കണം, പ്രത്യേകം ഓർക്കണം. എപ്പോഴും ഓപ്ഷൻ നീല വന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കുക. നീല ഇല്ല, അത് ഓർക്കുക. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ ഇത്രയാണുള്ളത്. ഇപ്പൊ എന്താണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം കയറിയതാണ് ആദ്യം കയറിയ കൂടിയാട്ടം. രണ്ടാമത് കയറിയത് മുടിയേറ്റ്. മുടിയേറ്റ് കയറിയത് 2010 തെക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് കൊച്ചിയിലും പൊതുവെ കാണപ്പെടുന്ന അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. മുടിയേറ്റിന്റെ പ്രസിദ്ധമായ ചടങ്ങ് ഏതെന്ന് ചോദിച്ചതാണ് കളമെഴുത്താണ്. കളമെഴുത്തിന്റെ പഞ്ചവർണ്ണങ്ങൾ അല്ലെങ്കിൽ പഞ്ചവർണ്ണങ്ങൾ അറിയപ്പെടുന്ന ഏതാണ്? വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഈ 3 കലാരൂപങ്ങളെ പറ്റിയാണ് ഉള്ളത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡീപ്പായിട്ട് ഇനിയുള്ള കലാരൂപങ്ങൾ അങ്ങ് ഇത്രയും ഡീപ്പായിട്ടൊന്നും നമ്മൾ പഠിക്കാനുണ്ടാവില്ല. ഒരുപാട് ഡീപ്പായിട്ട് ഉണ്ടാവില്ല. ഇതുപോലെ ഇങ്ങനത്തെ കുറച്ച് പോയിന്റുകൾ പഠിക്കാനുണ്ടാവുള്ളൂ. കാരണം PSC ഇതുവരെ ഒരുപാട് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ വരുന്നതിനകത്ത് ഒരുപാട് ഡീപ്പായിട്ട് ഉണ്ടാവില്ല. ഉള്ളത് നമ്മൾ പഠിക്കാം.
അപ്പം ഇനി വരുന്ന ക്ലാസ്സുകളിൽ പുതിയ കലാരൂപങ്ങളെ പറ്റി പറയുന്നതാണ്. താങ്ക് യു.